വേൾഡ് കപ്പിൽ ഇതുവരെ 3 മാച്ച് കോഹ്ലി കളിച്ചിട്ടുണ്ട്. ഈ 3 മാച്ചിലും കോഹ്ലി ഫ്ലോപ്പാണ്. ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലി ഗോൾഡനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാച്ചിൽ നിന്ന് ആകെ കൂടി 6 റൺസ് മാത്രമാണ് കോഹ്ലി എടുത്തിട്ടുള്ളത്. കോഹ്ലിക്ക് ഓപ്പണിംഗ് സെറ്റ് ആവുന്നില്ല. വൺ ഡൗണിലാണെങ്കിൽ കോഹ്ലി അടിച്ചു കളിച്ചേനെ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം ഈ ഒരു പ്ലേയിങ് 11 മാറ്റാത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ന് USA-ക്കെതിരെ കളി ജയിച്ച് ദ്രാവിഡ് വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. USA ടീമിനെതിരെ ഇന്ത്യ കഷ്ടപ്പെട്ടിട്ടാണ് കളി ജയിച്ചത്. 18 ഓവറിലാണ് 111 റൺസ് ഇന്ത്യ എടുത്തത്. ഇന്ന് കളി ജയിച്ച് കോച്ച് ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീമിന് ഒരുപാട് പ്രശ്നമുണ്ട്. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മാറ്റം വരണം. വിരാട് കോഹ്ലിക്ക് ഓപ്പണിങ്ങിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ഇനി അവന് ഒരവസരം കൊടുക്കാൻ സാധിക്കില്ല. അവന് പതിവ് പോലെ തന്നെ വൺ ഡൗണിൽ ഇറക്കണം. ഓപ്പണിങ്ങിൽ പുതിയൊരു താരത്തെ അടുത്ത മത്സരത്തിൽ പരീക്ഷിക്കും. ഞങ്ങളിപ്പോൾ സൂപ്പർ 8-ലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവസരം കിട്ടാത്തവർക്ക് അടുത്ത മാച്ചിൽ അവസരം കൊടുക്കും. വിരാട് കോഹ്ലിക്ക് ചിലപ്പോൾ ഞങ്ങൾ റെസ്റ്റ് കൊടുക്കും. ഓപ്പണിങ്ങിൽ ജയ്സ്വാളോ അല്ലെങ്കിൽ സഞ്ജുവോ വരും. അടുത്ത മാച്ച് ഞങ്ങൾക്ക് വെറും ഒരു ചടങ്ങ് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ പരീക്ഷണങ്ങൾ നടത്തും. അടുത്ത കാനഡയ്ക്കെതിരെയുള്ള മാച്ചിൽ അവസരം കിട്ടാത്ത എല്ലാവർക്കും അവസരം കൊടുക്കുമെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. അടുത്ത മത്സരത്തിൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. വിരാട് കോഹ്ലിക്ക് ചിലപ്പോൾ റെസ്റ്റ് കൊടുത്തേക്കാം. ഓപ്പണിങ്ങിൽ ജയ്സ്വാൾ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ രോഹിത് ശർമ്മയും സഞ്ജുവും ഓപ്പണിങ്ങിൽ ഇറങ്ങും. സന്നാഹ മത്സരത്തിൽ അതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യൻ താരങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ബാറ്റ് ചെയ്യുന്നത്. 111 റൺസ് ചേസ് ചെയ്യാൻ 18 ഓവർ ഇന്ത്യക്ക് ആവശ്യമായിരുന്നു. എന്തായാലും ഇന്ത്യ സൂപ്പർ 8-ലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇനി പേടിക്കാൻ ഒന്നും തന്നെയില്ല. പക്ഷേ ഇന്ത്യ ബാറ്റിങ്ങിൽ മാറ്റം വരുത്തണം. വിരാട് കോഹ്ലിയെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റണമെന്നാണ് ആരാധകർ പറയുന്നത്. കോഹ്ലി ഇന്ന് ഗോൾഡനൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.